Ramayana, Ram, the race, the radiant area, that shows that the Prakasham എന്നാണ് അർത്ഥം. ആൻഡ് മാ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നീ, എന്നിൽ എന്നാണ് അർത്ഥം. രാം എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശം എന്നിലാണ്, ഞാൻ തന്നെയാണ് എന്നുള്ളതാണ്, ജ്യോതി എന്നിലാണ് എന്നുള്ളതാണ് രാം എന്ന വാക്കിൻ്റെ അർത്ഥം. അതുപോലെ ഈ രാമായണം ഒരു കർക്കിടക മാസം വരുമ്പോൾ മാത്രം പാരായണം ചെയ്യേണ്ട ഒന്നല്ല. ശരിക്കും അത് നമ്മുടെ തന്നെ ഉള്ളിൽ ഓരോ മൊമെൻറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് വളരെ രസമാണ്. രാം മീൻസ് ദാറ്റ് ജ്യോതി, ശാന്തി, ആനന്ദം. അത് പലപ്പോഴും നമുക്ക് കൈവിട്ട് പോവാറാണ് പതിവ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒരാൾ അപഹരിച്ചു പോകും. ദാറ്റ് ഈഗോ ആണ് ആക്ച്വലി രാവണൻ. സോ ആ രാവണൻ അപഹരിച്ചു പോകുന്നത് ആ ശാന്തിയോട് ആനന്ദത്തോട് ചേർന്ന് നിൽക്കേണ്ട ആ മനസ്സിനെയാണ്. ആ മനസ്സാണ് സീത. സോ ദാറ്റ് മൈൻഡ് എപ്പോഴും ഈഗോ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ അസ്വസ്ഥതവും ദേഷ്യവും വാശിയും എല്ലാം സ്വാഭാവികമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ കൈവിട്ട് പോയിരിക്കുന്ന ആ സീത, ദാറ്റ് മൈൻഡിനെ എങ്ങനെ നമുക്ക് കൈവിട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വി വോണ്ട് ദാറ്റ് ഫോക്കസ്, ശ്രദ്ധ. ദാറ്റ് ശ്രദ്ധയാണ് ലക്ഷ്മൺ, ദാറ്റ് അവെയർനെസ്. ആൻഡ് ദാറ്റ് അവെയർനെസ് ഉണ്ടാവും എങ്കിൽ കുറച്ചുകൂടി നമ്മൾ ശക്തരാകും. നമ്മൾ കുറച്ച് വീക്കായി ഡള്ളായാൽ സാധിക്കില്ല. അവിടെയാണ് ഹനുമാന്റെ രംഗപ്രവേശം. ഹനുമാൻ മീൻസ് സോ പവർഫുൾ, വായുപുത്രൻ, ദ ബ്രത്ത്, ശ്വാസത്തിൻ്റെ. സോ ശ്വാസത്തിൻ്റെ സഹായത്തിൽ ശ്രദ്ധയോടെ നമ്മൾ ആ മനസ്സിൻ്റെ ഗതിവിഗതികളെ തിരിച്ചറിഞ്ഞ് ഈഗോവിൻ്റെ പിടിയിൽ പോവാതെ നമ്മൾ ആ ഇരിക്കുന്ന ഒരു പ്രക്രിയയാണ് ആധ്യാത്മികമായിട്ടുള്ള നമ്മുടെ ധ്യാനം, സത്സംഗം, ജ്ഞാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ എഗെയിൻ ആൻഡ് എഗെയിൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ശ്രീരാമനെ തന്നെയാണ്. ദാറ്റ്സ് വാട്ട് രാം മീൻസ് ദ ലൈറ്റ്, പ്രകാശം, ജ്യോതി. ആനന്ദം എന്നിലാണ്. ആ എന്നിലാണ് എങ്കിൽ അത് അനുഭവിക്കണമെങ്കിൽ നമ്മളൊരു ഭക്തനാവണം. ആ ഭക്തൻ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഹനുമാൻ. ശരിയല്ലേ? സോ ഹനുമാനിലുള്ളൊരു ഭക്തി ഒരു ദിവസം ശ്രീരാമന് സംശയമായി. കാര്യമൊരിക്കൽ സീതയെ അന്വേഷിച്ചിട്ട് പോകുമ്പോൾ രാമേശ്വരം എത്തിയപ്പോൾ ഈ പാലം അറിയാലോ, സേതുബന്ധനം, ഇത് ചെയ്യണം, കെട്ടണം. അപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ മനസ്സിലായി കടലിൽ കല്ലിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം താഴെ പോകും. അപ്പോൾ ഹനുമാൻ ശ്രീരാമൻ്റെ പേര് എഴുതി ഒരു കല്ലിൻ്റെ മേൽ, ജയ് ശ്രീരാം. ഇങ്ങനെ ജയ് ശ്രീരാം എന്ന് എഴുതിയ കല്ല് വെള്ളത്തിൽ വീണപ്പോൾ അത് താഴെ പോകുന്നില്ല. അപ്പോൾ ഈ വാർത്ത ശ്രീരാമൻ്റെ ചെവിയിലെത്തി. അങ്ങനെ ശ്രീരാമൻ വന്നിട്ട് കണ്ടു ഒരു അത്ഭുതമായ കാഴ്ച. എൻ്റെ പേരെഴുതിയ കല്ല് വെള്ളത്തിൽ വീഴുമ്പോൾ താഴുന്നില്ല. അങ്ങനെ ശ്രീരാമൻ്റെ പേര് എഴുതി ഇട്ടു, ജയ് ശ്രീരാം. അതുടനെ മുങ്ങിപ്പോയി. അപ്പോൾ ആകെ പസിൽഡായി ശ്രീരാമൻ. കാര്യം ഞാൻ എഴുതിയപ്പോൾ അത് പോയി താഴെ. അപ്പോൾ ഭഗവാനോ ഭക്തനോ വലുതെന്നുള്ളൊരു ചോദ്യം വന്നു അവിടെ. അപ്പോൾ സഹികെട്ട് രാമൻ ഹനുമാൻ്റെ അടുത്ത് ചോദിക്കുവാണ്, ഹനുമാനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഞാൻ ഇത്രയും ചെയ്തിട്ട് ഇത് പോവാണല്ലോ താഴെ എന്ന് പറയുമ്പോൾ ഹനുമാൻ അതിന് വേറെ ഉത്തരവൊന്നും കൊടുത്തില്ല. ഹനുമാൻ അറിയാലോ അല്ലേ, ഹനുമാൻ കുറേ രോമമൊക്കെ ഉണ്ട്. ഹനുമാൻ ഇവിടെ നിന്ന് ഇങ്ങനെ രോമം ഇങ്ങനെ പിഴുതെടുത്തിട്ട് ശ്രീരാമനെ ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. രാമ കേൾക്കരുത് എന്താ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഓരോ രോമകൂപങ്ങൾ പോലും ജപിക്കുവാണ്, ഹരേ രാം ഹരേ രാം, ജയ് ശ്രീരാം, രാം രാം. അപ്പോഴാണ് ശ്രീരാമന് മനസ്സിലായത് അത്രമാത്രം ഭക്തി എൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ നിനക്ക് അത്രയും എൻ്റെ മേലെ ഭക്തി ഉണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഡിവോഷനെ സംശയിച്ചു ശ്രീരാമൻ ഹനുമാൻ്റെ. പറയുന്നത് രാമ എനിക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം ഒന്നിങ്ങനെ പിളർന്ന് കീറിയപ്പോഴാണ് അതിൽ സീതാദേവിയും രാമനും ഇരിക്കുന്നത് കണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഭക്തിയുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണമാണ് ഹനുമാൻ. നമ്മുടെ ഉള്ളിൽ ഈ രാമനെ എക്സ്പീരിയൻസ് ചെയ്യാൻ, രാമൻ മീൻസ് വാട്ട്, ശാന്തി, ആനന്ദം, പ്രകാശം, ആത്മപ്രകാശം, ജ്യോതി, ഇതിനെയൊക്കെ അറിയണമെങ്കിൽ ഒറ്റ ഒരു സവിശേഷത ഈ രാമായണ മാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഭക്തിയോടെ ഭജിച്ച നാഹം വസാമി വൈകുണ്ഠേ യോഗിന ഹൃദയേന ച മദ്ഭക്ത എത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ. എവിടെയാണോ എൻ്റെ ഭക്തന്മാർ ഭക്തിയോടെ എൻ്റെ നാമസങ്കീർത്തനം ചെയ്യുന്നത്, ഐ വിൽ ബി ദർ. സോ ദിസ് ഹോൾ മന്ത് നമുക്ക് കർക്കിടക മാസം രാമനായ നാമസങ്കീർത്തനം, പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നത് ഭക്തിയോടെ ആവട്ടെ. ഫലദായകമായിരിക്കും. ഫലരൂപത്വ ഭക്തി ഈസ് ദാറ്റ്. ഫലരൂപത്വ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല അതിൻ്റെ റിസൾട്ട്, ഭക്തി തന്നെയാണ് അതിൻ്റെ ഫ്രൂട്ട്. അതുകൊണ്ട് ഒരു ഭക്തനാവൂ, ഭജിക്കൂ രാമനാമ സങ്കീർത്തനങ്ങൾ.
രാമനാമ സങ്കീർത്തനങ്ങൾ മുഖരിതമാവട്ടെ നമ്മുടെ സമൂഹവും നമ്മുടെ ചുറ്റുപാടും. എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ. കൈകൊണ്ട്